ഹലോ ലൈഫ് കോഴ്സ് തന്നെയാണ് നിങ്ങളുടെ കൂടെ. അസ്സലാമു അലൈക്കും. റമദാൻ മാസമാണ് എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ സമാധാനം തരുന്ന വാർത്തകളേക്കാൾ കൂടുതൽ സമാധാനം കെടുത്തുന്ന യുദ്ധവാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ഉമ്മത്ത് അല്ലെങ്കിൽ വിശ്വാസി എന്ന നിലയ്ക്ക് ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ എന്നുള്ളത് ശക്തിയുടെ മാസമാണ്, വിഭ്രാന്തി ഉണ്ടാക്കുന്ന മാസമല്ല എന്ന് തിരിച്ചറിയുക. സമാധാനത്തിൻ്റെ, പുറത്തു കൊടുക്കലിൻ്റെ, പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച വിജയത്തിൻ്റെ, ആടിയുലയാത്ത വിശ്വാസത്തിൻ്റെ മാസം. ഓർക്കുക, ബദർ യുദ്ധം നടന്നതും റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടപ്പാട് പുതുമയുള്ളതല്ല. ഭയം നമ്മളെ പൂർണ്ണമായും വിഴുങ്ങുന്നതിന് മുന്നേ ഒരു പൗരൻ എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനമായത് നമ്മൾ നമ്മുടെ പ്രാർത്ഥന കൂട്ടാം എന്നുള്ളതാണ്, ഭയം കുറയ്ക്കാം എന്നുള്ളതാണ്. നിർത്താതെ ഭയം വിതയ്ക്കുന്ന മെസ്സേജും പോസ്റ്റും വീഡിയോസും ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും പറ്റുന്നവർ അത് ചെയ്യാം. ബിക്കോസ് Allah says in the Quran, call upon me, I will respond to you. We may feel small, but our duas is not small. അടുത്തത് ഖുർആനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നിർത്താതെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഖുർആൻ കേൾക്കാനോ വായിക്കാനോ ശ്രമിക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. എല്ലാ വീഡിയോസും ഷെയർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാ ന്യൂസും വെരിഫൈഡുമല്ല. എഐയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ മുത്തുനബിയുടെ വാക്കുകൾ ഓർക്കുക. ഇറ്റ് ഈസ് ഇനഫ് ഓഫ് എ സിൻ ടു സ്പ്രെഡ് എവറിത്തിങ് വി ഹിയർ. ഷെയർ ആ ബട്ടൺ നിൽക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഈസ് ഇറ്റ് വെരിഫൈഡ്, ഈസ് ഇറ്റ് ബെനിഫിഷ്യൽ, എന്തെങ്കിലും ഉപകാരമുള്ളതാണോ, ആർക്കെങ്കിലും എന്തെങ്കിലും സന്തോഷം കൊടുക്കുന്നതാണോ, ഓർ ഇറ്റ് ഈസ് ജസ്റ്റ് ഫ്യൂലിംഗ് ഫിയർ, അതോ പേടി മാത്രം കൊടുക്കുന്നതാണോ? റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ഉമ്മത്തുകൾക്കോ ലോക ജനതയ്ക്കോ യാതൊരു സഹായം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലിമിറ്റ് ഡൂം സ്ക്രോളിങ്. കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് മനസ്സിനെ ഒരു ട്രാപ്പിൽ പെടുത്തുകയാണ്. ആൻസൈറ്റി വർദ്ധിപ്പിക്കാനും ഉറക്കം തടസ്സപ്പെടുത്താനും ഈമാന് കുറയ്ക്കാനും ഒക്കെയാണ് അത് സഹായിക്കുന്നത്. സോ പ്ലീസ് സെറ്റ് ബൗണ്ടറീസ്. ദിവസം 2-3 തവണ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, യു കനോട്ട് പോർ ഫ്രം ആൻ എംപ്റ്റി ഹാർട്ട്. നമ്മളെ ഹൃദയം നല്ല രീതിയിൽ നിറയ്ക്കാതെ, നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാതെ മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് നല്ലത് പകർന്നു കൊടുക്കാൻ പറ്റില്ല. അടുത്തത് ചാനൽ ഇമോഷൻസ് ഇൻ ടു ആക്ഷൻ. നിങ്ങളാകെ ഹെൽപ്ലെസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുക. ചാരിറ്റി കൊടുക്കാൻ പറ്റണമെങ്കിൽ ചെയ്യുക. വെരിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ എഫേർട്സിനെ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. സ്നേഹത്തിലും കരുണയിലും മറ്റുള്ളവരുമായിട്ട് വർത്തിക്കുക. ജോലി ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ മൊത്തം നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ എന്തൊക്കെ നമുക്ക് ഈ വേളയിൽ ചെയ്യാൻ പറ്റും? അടുത്തത് പ്രൊട്ടക്റ്റ് യുവർ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത്. ഇത് കേൾക്കുമ്പോൾ സെൽഫിഷ് ആണെന്ന് തോന്നും, പക്ഷേ അല്ല, അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നന്നായി ഉറങ്ങുക, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കമ്പനി ഓടുക. അതൊക്കെ ഏറ്റവും പ്രധാനമാണ്. ഷെയ്ത്താന് വേണ്ടത് നിങ്ങളെ ഓവർവെൽം ചെയ്യിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നിടത്ത് ഷെയ്ത്താൻ കയറി വരുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക. യഥാർത്ഥ റമദാൻ നിങ്ങളെ എലിവേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പവർലെസ് അല്ല. നിങ്ങളുടെ ഓരോ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സ്വർഗത്തെ കുലുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കണ്ണുനീർ തുള്ളിയും റബ്ബ് തീർച്ചയായും കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ദാനധർമ്മങ്ങളും ഇരട്ടിയായി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഉമ്മത്തുകൾ കാലാന്തരങ്ങളായി പരീക്ഷണങ്ങൾ തരണം ചെയ്ത് വിജയിച്ചു പോന്നിട്ടേ ഉള്ളൂ. ദിസ് ഷാൾ ടു പാസ്. ഈ സമയവും കടന്നു പോവും. ഈ സമയവും നമ്മൾ തരണം ചെയ്യും. എൻ്റെ നല്ലൊരു കൂട്ടുകാരി പറഞ്ഞു, നമ്മൾ ടെൻഷൻ അടിച്ച് എന്നുള്ളത് കൊണ്ട് ഈ സാഹചര്യങ്ങൾ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഈ അവസ്ഥയും ദൈവം തന്നതല്ലേ, അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതും അവർക്കറിയാം, അള്ളാഹ്ക്കറിയാം. Indeed, He is the best planner. So these last days of Ramadan, choose prayer over panic. Choose Quran over chaos. Choose hope over hopelessness. So വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്പ്രെഡ് ഹോപ്പ് നോട്ട് ഫിയർ. അള്ളാഹു സമാധാനം ചൊരിയട്ടെ എന്ന്, അടിച്ചമർത്തപ്പെട്ടവരെ രക്ഷിക്കട്ടെ എന്നും, പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്നും ദുആ ചെയ്യുന്നു. റമദാൻ മുബാറക്.